വിശദമായ വാർത്തകളിലേക്ക്. ഗവർണർ എത്താനിരിക്കെ കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. സർവകലാശാല കവാടം ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം അല്പസമയത്തിനകം ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ഗവർണറുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകലാശാല ക്യാമ്പസും പരിസരവും ശക്തമായ പോലീസ് സുരക്ഷയിലാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ റിയാസ് KMR നമുക്ക് നൽകുന്നുണ്ട്. റിയാസ്, കുറെ നേരമായി തുടരുന്ന ഒരു പ്രതിഷേധമാണിത്. കാലിക്കറ്റ് സർവകലാശാലയിലെ SFIയുടെ ഈ കരിങ്കൊടി പ്രതിഷേധം. ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന്റെ ശക്തി വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം, SFIയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവരെയൊക്കെ അവിടെ നിന്ന് പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഇവരുടെ ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്? തീർച്ചയായും അനുജ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി അല്പസമയത്തിനകം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്നും 6:45 കൂടിയായിരിക്കും ഗവർണർ ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ തേഞ്ഞിപ്പലത്തെ ആസ്ഥാനത്തേക്ക് പോവുക. അവിടെ ആസ്ഥാനത്തുള്ള VVIP ഗസ്റ്റ് ഹൗസിലായ കാണമത്തിന്റെ 1-ാം നമ്പർ മുറിയിലായിരിക്കും സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ താമസിക്കുക. ഗവർണർക്ക് എതിരെ ഗവർണർ വരുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് വലിയ പ്രതിഷേധമാണ് SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. SFI പ്രവർത്തകർ ഈ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാർച്ച് പിന്നീട് പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ അടക്കമുള്ളവരാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകിയത്. SFI പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നും കിടന്നും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഈ SFI നേരത്തെ തന്നെ ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് ഗവർണർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗവർണറുടെ സുരക്ഷയ്ക്ക് മാത്രമായി 300ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. മലപ്പുറം SP S ശശിധരനാണ് ഇതിന്റെ സുരക്ഷയുടെ ചുമതല ഉള്ളത്. മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കാനായി മലപ്പുറത്തെ 3 DYSPമാരും ഒപ്പം തന്നെ 6 പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ SFIയുടെ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗവർണർ അല്പസമയത്തിനകം തന്നെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും. അനുജ, റിയാസ്, ഇപ്പോൾ ഗവർണർ അല്പസമയത്തിനകം എത്തുമെന്ന് റിയാസ് തന്നെ പറഞ്ഞു. എന്തായാലും ഈ പ്രതിഷേധക്കാർ ഇവിടെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അവരെ നേരിട്ടിറങ്ങി നേരിടും എന്നാണ് ഗവർണർ പറഞ്ഞത്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നൊരു വെല്ലുവിളി ഗവർണറും ഉയർത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം വരുന്നത് പ്രമാണിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ടാകുമല്ലോ കൂടുതൽ. ഗവർണറുടെ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഗവർണർ പ്രധാനമായും 2 പരിപാടികളിലാണ് ഈ 3 ദിവസങ്ങൾക്കിടെ പങ്കെടുക്കുന്നത്. ഒന്ന്, നാളെ നടക്കുന്ന പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങുണ്ട്. അതിൽ ഗവർണർ സംബന്ധിക്കും. അത് കോഴിക്കോട് ആണ് ആ പരിപാടി ഉള്ളത്. അതുകൊണ്ട് ഗവർണർ നാളെ ഈ തേഞ്ഞിപ്പലത്തെ സർവകലാശാല ആസ്ഥാനത്ത് നിന്നും കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഴിയിലുടനീളമുള്ള ഒരു ശക്തമായ സുരക്ഷാ വിന്യാസം ഇവിടങ്ങളിൽ ഉണ്ടാകും. അതിനു പുറമെ മറ്റന്നാൾ വൈകിട്ട് 3:30 സർവകലാശാല ആസ്ഥാനത്ത് തന്നെ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഗവർണറാണ്. ഈ സെമിനാറിൽ വെച്ച് പ്രതിഷേധങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പരിശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ന് ഗവർണർ അല്പസമയത്തിനകം തന്നെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തേഞ്ഞിപ്പലത്തെ സർവകലാശാല ആസ്ഥാനത്തേക്ക് പോകുന്ന വഴിയിൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഇല്ലാതിരിക്കാനുള്ള വലിയ സുരക്ഷാ സന്നാഹം വഴിയിലുടനീളം പോലീസിനെ ഏർപ്പെടുത്തിയുമൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഗവർണറുടെ സുരക്ഷയിൽ ഒരു പാളിച്ചയും വരുത്താത്ത രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് തുടരും എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് ഗവർണർ ഇവിടെ നിന്നും മടങ്ങുക. അനുജ, റിയാസ്, അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ പ്രതിഷേധം ഏതെങ്കിലും രീതിയിൽ ഒന്ന് അടങ്ങിയിട്ടുണ്ടോ? അത് ഇവരെ കുറെ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അവർ ഇരുന്ന് സമരം തുടരുകയാണോ, അതോ പ്രതിഷേധങ്ങൾ അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങളൊക്കെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ? അതായത് പ്രതിഷേധിച്ച പ്രവർത്തകരെയെല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ അടക്കമുള്ളവരാണ് ഇതിന് പ്രതിഷേധത്തിന്റെ നേതൃത്വം നൽകിയത്. അവരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നേരത്തെ പോലീസിന്റെ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ കൈകോർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. എങ്കിലും ഈ പ്രതിഷേധം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അനുജ, വ്യക്തമാണ് റിയാസ്. ഗവർണർ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എത്താനിരിക്കെ കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം തുടരുകയാണ്. സർവകലാശാല കവാടം ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അപ്പോൾ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ എത്തിച്ചേരുമെന്നാണ് വിവരം. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR.